ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ പായസമാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ആപ്പിൾ നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതാ 2 ആപ്പിളും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇതാ ഈ ഒരു കുഞ്ഞു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് റേസിൻസും ബദാമും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ബദാമിന് പകരം കാഷ്നട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം കടായിലോട്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആപ്പിൾ നല്ല സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോഴത്തെ ആപ്പിൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊരു ബൗളിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആപ്പിൾ പായസം റെഡിയാക്കാം. അതിനായിട്ട് ഈ കടായിലോട്ട് തന്നെ 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു 3/4 മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും കൂടി ചേർത്താണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു ഗ്ലാസ്സിലാണ് 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത്രയും പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇപ്പോൾ ഇതാ സേമിയൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആപ്പിൾ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വീട്ടിൽ ആപ്പിളൊക്കെ വാങ്ങുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റേസിൻസും ബദാമും ഉണ്ടല്ലോ, അതിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോഴിതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. പായസം എന്തായെന്ന് തുറന്നു നോക്കാം. ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള ആപ്പിൾ പായസം റെഡി. നോക്കിയാൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എന്തൊരു രുചിയാണെന്നറിയാം ഇത് കഴിക്കാൻ. ഈ ഒരു പായസം അത്യാവശ്യം ഇതുപോലെ നല്ല തിക്കായി തന്നെ റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നല്ല മധുരവും ഇച്ചിരി പുളിയൊക്കെ കലർന്നതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആപ്പിൾ പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.